മഴ നനഞ്ഞാൽ പനി വരുമോ? ഐസ്ക്രീം തിന്നാൽ തൊണ്ടവേദന വരുമോ? കുട്ടികൾ ഷുഗർ കഴിച്ചാൽ അവർ ഹൈപ്പർ ആക്റ്റീവ് ആകുമോ? സയന്റിഫിക്കലി ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം ഇല്ല എന്നാണ്. പക്ഷെ നിങ്ങൾ ചിലർ പറയും, കഴിഞ്ഞ ആഴ്ച ഞാൻ മഴ നനഞ്ഞിട്ട് എനിക്ക് പിറ്റേ ദിവസം പനി വന്നല്ലോ. മറ്റു രണ്ട് കേസിലും ഇതേപോലുള്ള അനുഭവങ്ങൾ ചിലർക്ക് ഉണ്ടാവും. ഇതിനെയാണ് പോസ്റ്റ് ഹോക്ക് ഫാലസി എന്ന് പറയുന്നത്. അതായത് ഒരു ഇവന്റ് എ നടന്നു, അതിനുശേഷം ഒരു ഇവന്റ് ബി നടന്നു. ഇവന്റ് എ കാരണമാണ് ഇവന്റ് ബി നടന്നതെന്ന് നമ്മുടെ ബ്രെയിൻ അങ്ങ് അസ്യൂം ചെയ്യും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോറിലേഷൻ ഈസ് നോട്ട് ഈക്വൽ ടു കോസേഷൻ. അതായത് ഒന്നിനു പിറകെ ഒന്നായിട്ട് രണ്ട് കാര്യങ്ങൾ നടന്നെന്ന് കരുതി ഒന്നൊന്നിന്റെ കാരണമാണെന്നില്ല. സയന്റിഫിക്കലി കോസേഷൻ അഥവാ ഒന്നൊന്നിന്റെ കാരണമാണെന്ന് തെളിയിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫോർ ഇൻസ്റ്റൻസ്, നമ്മൾ പനിയുടെ കേസ് എടുത്താൽ പനി ഉണ്ടാക്കുന്ന മറ്റ് കാരണങ്ങൾ, അതായത് ഡയറ്റിലെ മാറ്റങ്ങൾ, രോഗാണുക്കളുടെ പ്രസൻസ്, പുവർ സാനിറ്റേഷൻ, ഇവയൊക്കെ മാറ്റി നിർത്തിയിട്ട് മഴ കൊണ്ടതുകൊണ്ട് മാത്രം പനി സംഭവിച്ചു എന്ന് തെളിയിക്കുകയാണെങ്കിൽ മാത്രമേ മഴ പനിയുടെ ഒരു കോസായി മാറുകയുള്ളൂ. ആക്ച്വലി ഇത്തരം എക്സ്പെരിമെന്റ് ലോകത്ത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ഡയറക്ട്ലി പനിയുടെ കോസ് അല്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊരു പക്ഷേ ഒരു അക്കാഡമിക്കലായ ഒരു തിയറട്ടിക്കലായ കാര്യമായിട്ട് തോന്നാമെങ്കിലും ഇതിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ വാപ്പാക്ക് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് വാട്സാപ്പിൽ ഒരു ഫോർവേഡ് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അതായത് ലക്ഷ്മി തരുവും ഉള്ളാത്തയും ക്യാൻസർ മാറ്റുമെന്നുള്ള ഒരു മെസ്സേജ്. ഫോർച്ചുനേറ്റ്ലി എൻ്റെ വാപ്പ അന്ന് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ എൻ്റെ കസിനെ വിട്ട് ഈ രണ്ട് ചെടികളുടെ തൈ വാങ്ങി വീട്ടിൽ വളർത്തുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഈ മെസ്സേജ് ഡീബങ്ക് ചെയ്യപ്പെട്ടു. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ മരം വളർന്നങ്ങ് വലുതായി. പിന്നെ അതിന്റെ ഇല കൊഴിഞ്ഞ് വീട്ടിലാകെ ചവറായി. അങ്ങനെ അവസാനം ആ മരം വെട്ടേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങളോട് ഒരാൾ വന്ന് പറയുകയാണ്, ഇന്ന കാരണം കൊണ്ട് ഇന്നത് സംഭവിച്ചു എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന സേഫായ ഒരു അപ്രോച്ച് ഒരു നൾ ഹൈപ്പോത്തസിസ് അപ്രോച്ചാണ്. അതായത് ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആകുന്നത് വരെ ഞാനിത് അംഗീകരിക്കില്ല എന്ന ഒരു നിലപാട്. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതുമൂലം ഉണ്ടാവുന്ന ചില എക്സ്ട്രീം സിനാരിയോസ് ഞാൻ പറയാം. നിങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് ആരാധകരുള്ള ഒരു പ്രമുഖ നടിയായിരിക്കാം. പക്ഷെ നിങ്ങൾ മുഖക്കൊരു മാറുന്നതിന് വേണ്ടി നിങ്ങളുടെ തുപ്പല് മുഖത്ത് തേക്കും. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി നിങ്ങളെ മൂത്രം കുടിക്കും.